ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പരീക്ഷ നാളെ നടക്കാൻ പോവാണ് അല്ലേ? നാളെ നടക്കാൻ പോകുന്ന സമയത്ത് ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ലോകത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ഇതിനെ ഫോക്കസ് ചെയ്ത് മക്കൾ എന്ത് ചെയ്തോളുക, പഠിച്ചോളുക. നോക്കുക, ആദ്യത്തെ ചോദ്യം, പപ്പ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. കൊച്ചു ദേവദാരു. പപ്പ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. തന്നിരിക്കുന്ന പാഠസന്ദർഭം വിശകലനം ചെയ്ത് പ്രകൃതിയോട് നമുക്കുണ്ടാവേണ്ട സമീപനം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. എല്ലാം വെട്ടി നശിപ്പിക്കുകയല്ല, വെച്ച് പിടിപ്പിക്കാനും ഉള്ളതിനെ സംരക്ഷിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ബാധ്യസ്ഥരാണ്. നമ്മുടെ മുമ്പുള്ള തലമുറ അങ്ങനെ സംരക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് ഇത്തരത്തിലുള്ളൊരു ആവാസ വ്യവസ്ഥിതി നിലനിർത്താൻ പറ്റിയത്. എന്നാൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ജീവിതം ഭയങ്കര ദുസ്സഹമായി മാറും. കാരണം അത്രമാത്രം വികസനത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെട്ടി നശിപ്പിക്കുന്നുണ്ട്. ഈ പോയിന്റുകളൊക്കെ ഉത്തരത്തിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ഉത്തരം പൂർത്തിയാക്കാൻ. സെറ്റ്. ദെൻ നെക്സ്റ്റ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക. സെറ്റാക്കിക്ക മക്കളെ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്, ദേവദാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നെന്നും നിങ്ങൾക്കറിയാം. കൊച്ചു ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഒരു ആത്മകഥ എന്താണ് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ദേവദാരു ആരായിട്ട് മാറണം? പരീക്ഷ എഴുതുന്ന ഓരോ നിങ്ങളായിട്ട് മാറണം. എന്നിട്ട് ആത്മകഥാരൂപത്തിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഉത്തരം സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, റെഡിയാണല്ലോ? ദെൻ നെക്സ്റ്റ്, കുരുവിയും കാട്ടുതീയും എന്ന കഥ നൽകുന്ന സന്ദേശം എന്താണ്? കഥ നമ്മൾ ആസ്വദിച്ച സമയത്ത് ആ കഥ നമ്മളോട് പറയുന്ന സന്ദേശം എന്താണ്? നമ്മളെ കൊണ്ടാവുന്നത് എന്തോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ സാധിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാഠഭാഗമാണ് കുരുവിയും കാട്ടുതീയും. സെറ്റ്. ദെൻ നെക്സ്റ്റ്, വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖനത്തിൽ മനസ്സിലായല്ലോ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരാനിടയുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കുക. ഉചിതമായിട്ടുള്ള തലക്കെട്ട്. എങ്ങനെ പത്രവാർത്ത തയ്യാറാക്കാം? അതിൻ്റെ തലക്കെട്ട് എന്തായിരിക്കണം? വാർത്തയിൽ എന്ത് കണ്ടന്റ് വരണം? സ്ഥലപ്പേര് എന്ത് കൊടുക്കണം? ഘടനയ്ക്ക് വരെ എന്തുണ്ട്? മാർക്കുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് എന്തുണ്ട്? മാർക്കുണ്ട്. പൊന്നുമക്കളെ, വിട്ടുപോകരുത്. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കുക. നിവേദനത്തിന് 2 ഫോർമാറ്റ് ഉണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഫോർമാറ്റ് ഏതാണ്? ആ രൂപത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അതിൻ്റെ ഭാഷ എന്താണ്? ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റാക്കി വെച്ചേക്കുക. ഈ പറയപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി 7:30 ക്ലാസ്സിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക. ഉത്തരം സെറ്റാക്കുക. നാളത്തെ പരീക്ഷ തൂഫാനാക്കിയേക്കുക. ഓക്കെ, സെറ്റാണല്ലോ?